സംസ്ഥാനത്ത് അരങ്ങേറുന്ന വംശീയ കലാപം അവസാനിപ്പിക്കാൻ 2 വർഷമായിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബീരൻ സിംഗിന്റെ അനിവാര്യമായ പടിയിറക്കം. അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടി എംഎൽഎമാരുടെ യോഗം വിളിച്ചു. ഭൂരിഭാഗം എംഎൽഎമാരും വിട്ടുനിന്നതോടെ ബിജെപി പ്രതിസന്ധിയിലായി. തൊട്ടു പിന്നാലെ ബീരൻ സിംഗിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും മറ്റ് ബിജെപി നേതാക്കളുമായും ചർച്ച നടത്തി. കൂടിക്കാഴ്ചയിൽ രാജി ആവശ്യം ഉയർന്നതോടെ മറ്റു വഴികളില്ലാതെയായി. സംസ്ഥാനത്ത് തിരിച്ചെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജി സമർപ്പിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. 2 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന കലാപത്തിൽ 250-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. അക്രമങ്ങളും സംഘർഷവും വർദ്ധിച്ചപ്പോഴും തടയിടാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ബീരൻ സിംഗ് പ്രവർത്തിച്ചില്ലെന്ന് വിമർശനമുയർന്നു. പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം പാർട്ടിയിലെ കുക്കി എംഎൽഎമാരും ഘടകകക്ഷി നേതാക്കളും ബിജെപിയിലെ ചില എംപിമാരടക്കമുള്ളവർ വിമർശിച്ചു. മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കുക്കി എംഎൽഎമാർ കേന്ദ്ര നേതൃത്വത്തെ നേരിൽ കണ്ടു. എന്നിട്ടും ബീരൻ സിംഗ് ഒഴിയാൻ തയ്യാറായില്ല. കേന്ദ്രം കൂടി കൈവിട്ടതോടെ രാജ്യസമ്മർദ്ദമേറി. എൻഡിഎ സഖ്യകക്ഷിയായിരുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി സഖ്യം വിട്ട് പ്രതിപക്ഷത്തേക്ക് പോയതും തിരിച്ചടിയാണ്. കലാപം തടയുന്നതിൽ ബീരൻ സിംഗ് പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻപിപി സഖ്യം വിട്ടത്. പിന്നാലെ സഖ്യകക്ഷിയായ ജെഡിയുവും പിന്തുണ പിൻവലിച്ചു. ഇപ്പോൾ കേന്ദ്രവും ബീരൻ സിംഗിനെ കൈയൊഴിഞ്ഞതോടെ രാജിവെച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.